രാമൻ ഒരു നീചനായ ഭരണാധികാരിയാണ് എന്നാണ്. ഗർഭിണിയായ സ്വന്തം ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ച രാമന് യാതൊരു ധാർമ്മികതയും ഇല്ല എന്ന് ഇന്ത്യയോട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഉച്ചസ്ഥൈര്യം വിളിച്ചു പറഞ്ഞു. ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമൻ, അദ്ദേഹം മര്യാദാ പുരുഷോത്തമനല്ല, മറിച്ച് അദ്ദേഹം ഏറ്റവും വലിയ നീചനാണ്. കാരണം അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ചു എന്ന്. എത്ര ബാലിശമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ വെസ്റ്റേൺ ജൂറിസ്പ്രുഡൻസിന്റെ ഭാഗമായിട്ട് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞാൽ ആഹാ കയ്യടി. രാമന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല എന്ന്. ചേട്ടാ, ഈ സീസർ ഉണ്ടാവുന്നതിന് എത്രയോ മുമ്പ് ഇന്ത്യയിൽ മാത്രമല്ല രാജ്യങ്ങളിൽ വളരെ വിശദമായി പോയിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് രാമൻ. രാമൻ ഒരു ഭരണാധികാരിയാണ്. ഒരു ഭരണാധികാരിക്ക് തൻ്റെ കുടുംബത്തിൻ്റെ കാര്യം മാത്രം നോക്കുന്നതല്ല പ്രധാനമെന്ന് ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലിരിക്കുന്ന നമ്മളെങ്കിലും അറിയണ്ടേ. ഒരു ഭരണാധികാരിയുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരോട് ആരോപണം വരുന്ന സമയത്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുകയല്ല വേണ്ടത്, മറിച്ച് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് നാട്ടുകാർക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിലത്തേക്ക് നിങ്ങൾ കാര്യം ചെയ്യണമെന്നാണ്. അതിന് നമ്മുടെ നാട്ടിൽ വളരെ കൃത്യമായിട്ട് കോടതികൾ പറയുന്നുണ്ട്, നീതി എന്നത് നടപ്പാക്കിയാൽ പോരാ, അത് നടപ്പാക്കി എന്ന് പൊതുസമൂഹത്തിന് ബോധ്യം കൂടി ഉണ്ടാകണം. സീതയെ ഉപേക്ഷിക്കുന്ന സമയത്ത് രാമൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. നിങ്ങൾ ആ അനീതി കാണുന്നില്ല, ഇതാണ് പ്രശ്നം. നിങ്ങൾ ഇവിടെ ആൾക്കാർ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം ഞാൻ സംസാരിച്ച് 3 മിനിറ്റ് ആകുന്ന സമയത്ത് ഇത്രയും നേരം ഈച്ച അടിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. നോക്കൂ, രാമൻ നിങ്ങളല്ല തീരുമാനിക്കുന്നത്, മനോരമയാണ്. രാമൻ ഒരു ഭരണാധികാരിയാണെങ്കിൽ ആ ഭരണാധികാരിക്ക് രാജ്യകാര്യം നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ആ ഭരണാധികാരിക്ക് തൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ സ്വയമേവ വിശ്വാസമുണ്ട് എങ്കിലും ആ രാജാവ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടുന്ന കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അത് രാജനീതിയാണ്. സീസർ ചെയ്യുമ്പോൾ ആഹാ, രാമൻ ചെയ്യുമ്പോൾ ഓഹോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂവാം. ഇനി അടുത്തത് നോക്കൂ, അത് നിങ്ങൾ കാണിക്കുന്നത് മര്യാദയല്ല, നിങ്ങൾ കാണിക്കുന്നത് മര്യാദയല്ല. അങ്ങനെയാണെങ്കിൽ ടൈം എല്ലാം ഈക്വൽ ആയിട്ട് കൊടുക്കണമായിരുന്നു. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഞാൻ നിങ്ങളുടെ ഗസ്റ്റ് അല്ലേ? അപ്പൊ സമയം നിങ്ങൾ ആദ്യം അവസാനം സംസാരിക്കുന്ന ആളിനോടല്ല നിങ്ങൾ ഇടപെടേണ്ടത്. 50 minutes ആണ് സർ. ആയിക്കോട്ടെ, പക്ഷെ അത് മോഡറേറ്റർ തീരുമാനിക്കണ്ടേ? മോഡറേറ്റർ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതിയോ? മോഡറേറ്റർ പറഞ്ഞോ? ഇല്ലല്ലോ. 6 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ 6 മിനിറ്റ് നിങ്ങൾ തന്നോ? നോക്കൂ, ഞാൻ അവസാനിപ്പിക്കാം, പക്ഷെ കേൾക്കൂ. ഇതിലെ ഏറ്റവും ഒരുപാട് കാര്യങ്ങൾ 2 ആൾക്കാർ പറഞ്ഞിട്ട് 3 ആൾക്കാർ പറഞ്ഞിട്ട് അണീവനായിട്ടുള്ള ഒരു പാനലിൽ ഇരുന്നിട്ട് സംസാരിക്കാതെ തിരിച്ചു പോകണമെന്നാണ് വിചാരിച്ചെങ്കിൽ മനോരമയെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി ഓടിച്ചു വന്നാൽ അതിനല്ല, പറഞ്ഞിട്ടേ പോവുള്ളൂ.